ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും നല്ലൊരു അടിപൊളി മഴയുള്ള ദിവസം തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരു 2:30 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം മഴയൊക്കെ നോക്കി നിന്നു. പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലേക്ക് വന്നത്. ആ ഒരു സമയത്ത് കുഞ്ഞാക്ക നേരത്തെ കുറച്ചൊരു പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോമ്പായാൽ പിന്നെ പച്ചക്കറി ഐറ്റംസ് വാങ്ങൽ ഭയങ്കര കുറവാണ് കേട്ടോ. എന്നും ചിക്കനും ബീഫും കാര്യങ്ങളും തന്നെ ആവുമല്ലോ. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി പിടിച്ചിട്ട് ഫ്രൈഡ് റൈസ് കഴിക്കാനൊരു പൂതി. അപ്പോൾ ഞാനാണെങ്കിലോ ഇതുവരെ ഫ്രൈഡ് റൈസ് റെഡിയാക്കിയിട്ടില്ല കേട്ടോ. ഏകദേശം എല്ലാ റൈസുകളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് എന്താ അറിയില്ല, എൻ്റെ ഉമ്മ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ മുതലേ ഉമ്മനെ കോളാക്കുന്നുണ്ട്, പക്ഷേ കോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഈവനിങ്ങിൽ ഞാനിത് റെഡിയാക്കി എടുക്കാൻ എനിക്ക് ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടൊരു പരിചയമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആൾ തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തോ റേഞ്ചിൻ്റെ എന്തോ പ്രോബ്ലം ഉണ്ടായിട്ടാണ് കോൾ എടുക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇതിൻ്റെ ഇടയിൽ ഇതാ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു വത്തക്കൻ്റെ പീസൊക്കെ മുറിച്ചിട്ട് രണ്ടുപേർക്കും കൊണ്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കറിവേപ്പിലയും മല്ലിയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി സെറ്റാക്കി വെക്കണം. കറിവേപ്പില ഇല്ലാതെ എനിക്കിവിടെ ഒരു പരിപാടി നടക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ആണെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് നട്ടതൊന്ന് സെറ്റായി വരുന്നുണ്ട് കേട്ടോ. പിടിക്കോ ഇല്ലേന്ന് ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ച പോലെ ഉണ്ട്. റെഡിയായി കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ബോക്സിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ പൊതിനച്ചപ്പ് വേണ്ടാന്ന് പറഞ്ഞതാണ് കേട്ടോ. അത് എപ്പോഴും കൊണ്ടുവരും. പൊതിനച്ചപ്പിന് എനിക്കിവിടെ അത്ര വലിയ ചിലവില്ല കേട്ടോ. മല്ലിയിലൊക്കെയാണ് നോമ്പാകുമ്പോൾ നമുക്ക് എല്ലാ സ്നാക്കിലും നമ്മൾ അധികം ഉപയോഗിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസിലേക്കുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു മഞ്ഞ കളർ ഗ്രീൻ പീസാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണ് വെക്കുന്നത്. പെട്ടെന്ന് കുതിർന്ന് വരുന്നതുകൊണ്ട് അതുപോലെ മറ്റേ ഗ്രീൻ കളർ ഗ്രീൻ പീസിനെയും കാട്ടി കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഈ ഒരു സമയപ്പോഴത്തേക്കും മഴയൊക്കെ ഏകദേശം ഒന്ന് ചോർന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്കുള്ള അരിയൊക്കെ ഒന്ന് കുതിർത്ത് വെക്കണം. ഞാനിപ്പോൾ വൈറ്റ് സെല്ല അല്ല കേട്ടോ എടുത്തിട്ടുള്ളത്, ഗോൾഡൻ സെല്ലയാണ്. ഇതാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. പിന്നെ ഫ്രൈഡ് റൈസൊക്കെ നമ്മൾ മെയിനായിട്ട് വൈറ്റ് ആണല്ലോ എടുക്കുക. അങ്ങനെ അരിയൊക്കെ ഒന്ന് കഴുകി ഇനി അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കണം. കുറച്ച് മാത്രമേ റെഡിയാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. നോമ്പൊക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കുറച്ച് മതിയല്ലോ. ഒരുപാടൊന്നും അങ്ങനെ കഴിക്കൂല. സ്നാക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത്ര വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. ബീൻസൊക്കെ ഇത്ര മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ ക്യാബേജിൻ്റെ ഒരു പീസാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ക്യാപ്സിക്കം നമുക്ക് എന്താ പറയുക ചിക്കൻ കടായി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്യാരറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക ഇതിൻ്റെ റെസിപ്പി ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല, എന്നാലും കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീട്ടിൽ നല്ല സോഫ്റ്റ് റൈസ് എന്നൊക്കെ പറയില്ല, അതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഫ്രൈഡ് റൈസ്. അപ്പോൾ അതിലേക്കുള്ള ക്യാബേജും ക്യാരറ്റും ഒക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ബീൻസൊക്കെ പിന്നെ നമുക്ക് ഉള്ളിത്തണ്ടില്ലേ അതുണ്ടെങ്കിൽ അതിൻ്റെ പൂവൊക്കെ എടുക്കാം കേട്ടോ ഫ്രൈഡ് റൈസ്ക്ക്. അതില്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ കുഞ്ഞാക്ക വന്നപ്പോൾ നേരത്തെ തന്നെ ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെന്താ ഞാൻ റൈസിൽ നമ്മൾ കുറച്ച് ചിക്കൻ ഇടണമല്ലോ, അപ്പോൾ അത് നല്ല ചെറിയ പീസസ് ആക്കിയിട്ട് കട്ടാക്കിയിട്ട് അതിലേക്ക് ഒരു 2-3 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ഒരു 3/4 ടീസ്പൂണ് സോയ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുന്നില്ല, ഇതിപ്പോൾ ഡാർക്ക് സോയ സോസാണ് കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെയുള്ള സ്പൈസസ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ചൊരു ഓയിലും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ വെള്ളത്തിൽ നമ്മൾ വെച്ച് ഊറ്റുന്നതായതുകൊണ്ട് ഉപ്പ് എപ്പോഴും കുറച്ച് കൂടുതൽ നിൽക്കണം കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ നോമ്പിന് ഈ ഒരു നോമ്പിന് ഞാൻ അധികം റൈസ് ഐറ്റംസ് തന്നെയാണ് കേട്ടോ ട്രൈ ആക്കിയിട്ടുള്ളത്. കഴിഞ്ഞ നോമ്പിന് എന്ന് വെച്ചാൽ എല്ലാ സ്നാക്സ് കടികളും അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെന്താണെന്നറിയില്ല, കുറച്ചധികം റൈസ് ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ ചിക്കൻ കടായിലേക്കുള്ള ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് സ്നാക്കിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ബോണ്ട റെഡിയാക്കി എടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള പൊട്ടറ്റോ ഒക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗ്രീൻ പീസൊക്കെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ചിക്കനൊക്കെ ഫ്രൈ ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ആ ഒരു വെജീസും കൂടെ ഒന്ന് കുക്കാക്കി എടുക്കണം. വെജീസൊക്കെ ഒരുപാട് അങ്ങ് കുക്കായി പോകരുത് കേട്ടോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കി സെയിം ഓയിൽ തന്നെ ഒരു കൈപ്പിടിയോളം പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോട്ടായി വന്നതിന് ശേഷം നമ്മൾ കട്ടാക്കി വെച്ച വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ കുക്കാക്കുമ്പോൾ ഒരിക്കലും അടച്ചു വെച്ചിട്ട് കുക്കാക്കരുത്, അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്കാക്കുക. അതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂൺ സോയ സോസും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസും അതുപോലെ
ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക കേട്ടോ. ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അങ്ങനെ അതൊക്കെ ഫ്ലെയിമിൽ നിന്ന് ഓഫാക്കിയിട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഞാൻ ബോണ്ടയിലേക്കുള്ള ചിക്കനൊക്കെ ഒന്ന് ക്രഷാക്കി എടുത്ത് അത് ഞാൻ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് വേഗം സെറ്റാക്കി എടുക്കുകയാണ്. ഞാൻ ചിക്കൻ ബോണ്ട നോമ്പ് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു സ്നാക്കും കൂടാണ് കേട്ടോ ഇത്. ഞാൻ നോമ്പില്ലാത്ത സമയത്തൊക്കെ അധികം റെഡിയാക്കി എടുക്കലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റൈസും കൂടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കണം. ഒന്നുമില്ല, നേരത്തെ നമ്മൾ മസാല റെഡിയാക്കിയ പാത്രത്തിൽ തന്നെ കൊള്ളുമെങ്കിൽ അതിൽ റെഡിയാക്കിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതാ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റിയിട്ട് ഇനി മൊത്തത്തിൽ അങ്ങ് മിക്സാക്കി എടുക്കുകയാണ്. മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക മരത്തിൻ്റെ തവി ഉണ്ടാവില്ലേ അത് വെച്ചിട്ടൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ റൈസ് പൊടിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് അങ്ങ് കുത്തി ഇളക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല പോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള റൈസാണ് ഇത്. സിമ്പിളായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ വെർഷനാണ്. ഇതുപോലെ ട്രൈ ആക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ആക്കി നോക്കുക. മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഇതുപോലെ അങ്ങ് ഫുള്ളായിട്ട് മിക്സാക്കി കൊടുത്താൽ നമ്മുടെ സൂപ്പർ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കഴിച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കടായി റെഡിയാക്കണമെന്ന്, അതും കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കാത്തത്. ലാസ്റ്റായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ വെച്ച് കൊടുത്തിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് കുറച്ചൊരു ഹറിബറി ആയി. കാരണം എന്ന് വെച്ചാൽ ഇസു കളിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അവൾ മേത്തൊക്കെ ചളിയാക്കിയിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ അവളെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തപ്പോഴത്തേക്ക് ടൈമായി. അപ്പോൾ പിന്നെ ഇനോസ് എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ ജ്യൂസ് അടിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അവളാണ് ജ്യൂസ് അടിച്ചൊക്കെ തന്നത്. പിന്നെ അതാ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തു കേട്ടോ. ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാ പണിയും കഴിച്ചാൽ ഒരു സമാധാനമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ റമദാൻ ഡേത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ കാണാം.